ശ്രീ രാജു പി നായർ അതിശക്തമായ പ്രസംഗമാണ് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം പ്രായോഗികമായ കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്? ഈ ചക്രവ്യൂഹം, പത്മവ്യൂഹം എന്നൊക്കെയുള്ള പ്രസംഗം കയ്യടി കിട്ടാൻ നല്ലതാണ്. പക്ഷേ പ്രായോഗികമായി നടപ്പാക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണോ? ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കൂ എന്ന് പോലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്ക് വിട്ടുതരൂ, ഞങ്ങൾ ചെയ്തു കാണിക്കാമെന്ന്. എത്രത്തോളം സാധ്യമാകുന്ന കാര്യങ്ങളാണ് രാഹുൽ എന്ന് പറഞ്ഞത്? നോക്കൂ, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് AC മുറിയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ രാജ്യത്ത് മുഴുവൻ 10,000-കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് 10,000 കിലോമീറ്ററിന് മുകളിലെ യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് ജനങ്ങളോട് സംവദിച്ച് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കിൻ്റെയും അവരുടെ വേദനകളും മനസ്സിലാക്കിയ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ ചോദിക്കുന്നത് തൊഴിലുൾപ്പെടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ നീതിപൂർവമായി വിതരണം ചെയ്യുക എന്നുള്ളത്, ഇത് നടപ്പാക്കി കാണിച്ചിട്ടുള്ള പാരമ്പര്യം കോൺഗ്രസിനുണ്ടല്ലോ. 2005 തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരുമ്പോഴത്തേക്ക് അന്ന് BJP ചോദിച്ച ചോദ്യമാണ്, ഇതിനെവിടെ നിന്ന് പൈസ വരും, ഈ പൈസ എവിടെ നിന്ന് വരും, അതുപോലെ തന്നെ ഇത് ജനങ്ങളെ മടിയന്മാരാക്കുന്ന ഒന്നായി മാറും എന്നൊക്കെ BJPക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് രാജ്യത്തിൻ്റെ വളർച്ച തന്നെ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ പ്രശ്നം എന്ന് പറയുന്നത്, BJPയുടെ നിരന്തരമായിട്ട് ഈ ബജറ്റ് മാത്രമല്ല മുഴുവനായിട്ട് BJP എപ്പോഴും കേന്ദ്രീകരിക്കുന്ന ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കാനാണ്. ആ സപ്ലൈ ചെയിൻ ഉണ്ടാക്കുന്നതിന് അവർക്ക് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ കർഷക നിയമം ഉൾപ്പെടെ ഉണ്ടാക്കിയ സപ്ലൈ ചെയിനുകളുടെ എല്ലാത്തിൻ്റെയും താല്പര്യം അത് അദാനിക്കും അംബാനിക്കും വേണ്ടിയിട്ടുള്ള താല്പര്യമാണെന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് പോകാം. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഡിമാൻഡ് ഉണ്ടാവണം. എങ്ങനെയാ? തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വാങ്ങൽ ശേഷി നൽകി. ആ വാങ്ങൽ ശേഷിയിലൂടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഉണ്ടാക്കി. ആ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സപ്ലൈ ചെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നു വരും. ഒരു പ്രദേശത്ത് ഒരു കാര്യത്തിന് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, ഒരു കമ്മോഡിറ്റി കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടൊരു MSME സെക്ടറിൽ ഒരു ഉദ്യമം ഉയർന്നു വരും. അങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി മാറ്റം ഉണ്ടാക്കിയത്. BJPയുടെ വികലമായ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം ഇതാണ്. അവർ സപ്ലൈ ചെയിനിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു, ഡിമാൻഡ് ഉണ്ടാക്കുന്നില്ല. എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാക്കുക? ഡിമാൻഡ് ഉണ്ടാക്കണമെങ്കിൽ രാജ്യത്ത് 50 വർഷത്തെ ഏറ്റവും കൂടുതലുള്ള തൊഴിലില്ലായ്മ നിരക്ക് പരിഹരിക്കപ്പെടണം. തൊഴിലില്ലായ്മ ഇല്ലാതെയാക്കണം. തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ മറ്റു വഴികൾക്ക് മുമ്പ് ആദ്യം അവർക്ക് ചെയ്യാവുന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ 30 ലക്ഷം ഒഴിവുകൾ കിടപ്പുണ്ട്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ 30 ലക്ഷം ഒഴിവുകൾ 50% വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് നിൽക്കുമ്പോൾ അത് നിയമനം നടത്തുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റെയിൽവേയിൽ ഉൾപ്പെടെ തൊഴിൽ സാധ്യതകൾ നിലനിൽക്കുന്നു, അത് നടപ്പാക്കുന്നില്ല. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇല്ലാതെയാക്കി, അവിടെ തൊഴിൽ ഉണ്ടാവുന്നില്ല. ഇന്ത്യയിൽ സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ ഒരു ആശ്രയമായിരുന്ന സൈന്യം, ആ സൈന്യത്തിലെ നിയമനം ഏറ്റവും വികലമായ ഒരു അഗ്നിപത്ത് പദ്ധതിയിലൂടെ അത് ഇല്ലാതെയാക്കി. അപ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് തൊഴിലില്ലായ്മ ഇത്രയും വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവർക്ക് ഡിമാൻഡ് ഉണ്ടാവുന്നില്ല. മറിച്ച് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് നോക്കൂ. തൊഴിലുറപ്പ് പദ്ധതി, ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി, അതിലേക്ക് ഇവരുടെ അലോക്കേഷൻ കുറയുകയാണ്. ഇവരത് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 42% മാത്രമാണ് ഇപ്പോൾ 100 ദിവസത്തെ പ്രവൃത്തിയിലേക്ക് എത്തുന്നത്. അത് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ട്. പെർസെൻറ്റേജ് കൂട്ടണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തും. അങ്ങനെ പൈസ എത്തുമ്പോൾ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. ഈ ഡിമാൻഡ് വർധന ഇവരുടെ ലക്ഷ്യമില്ലാതെ ഈ രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം മുഴുവൻ 2 കുത്തകൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ള ഒരു പത്മവ്യൂഹത്തിലാണ് ഇവർ ആവർത്തിക്കുമ്പോഴും ശ്രീ രാജു പി നായർ, ഈ 2 കുത്തകൾ ആവർത്തിക്കുമ്പോഴും ഈ ധനമുതലാളിത്തവും ധനകേന്ദ്രീകരണവും ഒക്കെ തുടങ്ങി വെച്ചതാരാണ്? നിങ്ങളല്ലേ? UPA കാലത്തല്ലേ? ഒരിക്കലുമല്ല. എങ്ങനെയാ ധനമുതലെടുത്ത? എങ്ങനെ? ഞാൻ ചോദിക്കുക സ്മൃതി, 2004 മുതൽ 2014 വരെയുള്ള UPAയുടെ കാലഘട്ടത്തിൽ അദാനിമാരുണ്ടായിട്ടുണ്ട്, അംബാനിമാരുണ്ടായിട്ടുണ്ട്, കോർപ്പറേറ്റ് ടാറ്റ ഉണ്ടായിട്ടുണ്ട്, ബിർള ഉണ്ടായിട്ടുണ്ട്, കോർപ്പറേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും കോർപ്പറേറ്റുകൾക്കെതിരല്ല. കോർപ്പറേറ്റുകൾ കൂടി ഈ രാജ്യത്തിന്റെ ബിസിനസിന്റെ പാർട്ട്ണർഷിപ്പാണ്. പക്ഷെ അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം.
സാമ്പത്തിക കുത്തകകൾ മാത്രമല്ല, ആ കുത്തകകൾക്ക് ക്ഷമിക്കണം, ഈ കോർപ്പറേറ്റുകളല്ല, കോർപ്പറേറ്റ് കുത്തക ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്ങനെയാണ് കോർപ്പറേറ്റ് കുത്തക ഉണ്ടാവുന്നത്? UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഒരു എൻറ്റിറ്റിക്ക് 2 വിമാനത്താവളങ്ങൾ മാത്രമേ രാജ്യത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഉണ്ടാക്കിയപ്പോൾ നരേന്ദ്രമോദി വന്ന് അദാനിക്കും അംബാനിക്കും വേണ്ടി ആ നിയമം മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? എത്ര വേണമെങ്കിൽ എയർപോർട്ട് ഒരു എൻറ്റിറ്റിക്ക് കൊടുക്കാനാക്കി. അങ്ങനെയല്ലേ 7ഓളം എയർപോർട്ടുകൾ ഇപ്പൊ അദാനിയുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ കോൺഗ്രസ് കുത്തകവൽക്കരണമല്ല നടത്തിയത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.